അടുപ്പിന് ചുറ്റും ടൈൽസ് മാറ്റി ഗ്രാനൈറ്റ് ചെയ്യുന്നതിന് ഭാഗമായി ടൈൽസ് പണിക്കാർ ടൈൽസ് എല്ലാം പൊളിച്ചതിന് ശേഷം അടുപ്പ് റിപ്പയർ ചെയ്യുന്നതിനാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങൾ ചെന്ന് കണ്ടപ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഇത് ഞങ്ങൾ ശരിക്കും വീട്ടുകാർക്ക് ഇതിൻ്റെ അവസ്ഥ കാണിച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് പൊളിക്കുമ്പോഴുള്ള അവസ്ഥ കാണാം. ഇതേ അവസ്ഥയിലായിരുന്നു അടുപ്പ്. അപ്പോൾ ഇത് പൊളിച്ച് പണിയാതെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് വീട്ടുകാർ പുതിയ അടുപ്പ് നിർമ്മിക്കാൻ തയ്യാറായി. ഞങ്ങളത് പൊളിച്ച് പുതിയ അടുപ്പ്, പഴയ അടുപ്പ് 9, 11, 6 സൈസായിരുന്നു. ഇവിടെ 10, 12, 6 ഈ സൈസ് അടുപ്പാണ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല ഒരു വലിപ്പമുള്ള അടുക്കളയും നല്ല രീതിയിൽ ടൈൽസ് എല്ലാം ഒട്ടിച്ച് വൃത്തിയായിട്ടുള്ള അടുക്കളയാണ്. ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ 10, 12, 6 സൈസ് അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയൊരു അടുപ്പാണ്. അടുക്കള നല്ല വിസ്താരമുള്ള അടുക്കളയും ഇവിടെ ഉണ്ടായിരുന്ന അടുപ്പും അതുപോലെ തന്നെ 9, 11 ആയിരുന്നു. ചെറിയ അടുപ്പല്ലായിരുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി വലിയ അടുപ്പ് അവർക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ 10, 12, 6 സൈസ് അടുപ്പ് ചെയ്തു. ഇതിന് ചുറ്റും ഗ്രാനൈറ്റാണ് ഫിനിഷ് ചെയ്യുന്നത്. അത് ടൈൽസ് പണിക്കാർ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ അടുപ്പ് പണിത് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ പുറകു വശത്ത് പൈപ്പ്, അവിടെ ബോക്സിന് ചെറിയ പൊട്ടലുണ്ട്. അത് ഭിത്തിയോട് കൂടിയുള്ള പൊട്ടലാണത്. അത് റിപ്പയർ ചെയ്തു. അതിൻ്റെ മൂടി പോയിട്ടുണ്ടായിരുന്നു. മൂടിയും പുതിയ മൂടി വെച്ചു. ഇതിൻ്റെ കൊള്ളിൻ്റെ ഏറ്റവും ടോപ്പിൽ അതിൻ്റെ കൗളും ആ മുകൾ ഭാഗത്തെ കുറച്ച് പൈപ്പും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അത് മാറ്റി പുതിയ പൈപ്പ് കഷ്ണം വെച്ച് പുതിയ കുടയും വെച്ചു. ഇതുപോലുള്ള അടുപ്പുകൾ തൃശ്ശൂർ ജില്ലയിൽ റിപ്പയർ ചെയ്യുന്നതിന് ഞങ്ങളുമായി ബന്ധപ്പെടുക.